ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചു സ്വാതികി ഇവർ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ ഋതുക വരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന സമയത്ത് അവിടെ ശ്രീഹരി എന്ന് പറയുന്നവനുണ്ടായിരുന്നു. അവനെ എനിക്ക് ഇഷ്ടമായില്ല. അയാളുടെ മുന്നിൽ വെച്ച് അച്ചുചേച്ചിയെ ഒത്തിരി വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാതിയുടെ വാക്കുകളും പെരുമാറ്റവും അതിര് കിടക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടെ വഴക്ക് പറഞ്ഞു എന്ന് അച്ചു അന്നേരം പറയാം. അത് തെറ്റായി പോയി എന്ന് നിനക്കും തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു അച്ചു. എന്തായാലും ശ്രീഹരിയുടെ മുന്നിൽ വെച്ച് ഇവളെ വഴക്ക് പറഞ്ഞത് മോശമായി പോയി എന്ന് ഋതികയും പറയുക. സേതു എന്ന് പറയുന്നവന്റെ വാലിൽ പിടിച്ച് നടക്കുന്നവന്റെ സ്ഥാനം പൊന്നുമടം വീടിന്റെ പിന്നാമ്പുറം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഋതിക ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാതിക്ക് ഭയങ്കര ഇത്. അപ്പോൾ സാരമില്ല സ്വാതി, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നീ ചെയ്തത് 101% ശരിയാണെന്നും പറഞ്ഞ് അങ്ങനെ വലിയ ഡയലോഗ് അടിക്കുകയാണ് ഋതു. പിന്നെ ഇനി നീ സേതുവിൻ്റെയും ശ്രീഹരിയുടെയും വക്കാലത്തും കൊണ്ട് എൻ്റെയോ സ്വാതിയുടെയോ മേൽ ചാടിത്തുള്ളാൻ വന്നേക്കരുതെന്ന് പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെടുന്നു ഋതിക. വന്നാൽ ചേച്ചിയാണെന്നുള്ള സ്ഥാനം അങ്ങ് മറക്കും. അപ്പോൾ അങ്ങനെ ഈ വീടൊരു പൂരക്കളവാക്കാൻ അവന്മാർ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരെയും നമ്മുടെ ശത്രുവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്വാതിക പോയി കഴിയുമ്പോൾ ഋതികയും പിന്നാലെ പോയി. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നമ്മുടെ അച്ചോടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രീഹരി പോവാനായിട്ട് തയ്യാറെടുക്കുക, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു വന്നിട്ട് നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പോവോ സേതു ഏട്ടാന്ന് പറഞ്ഞു. എങ്ങോട്ട്? അത് പിന്നെ ഞാൻ ഇവിടെ നിന്നാലേ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ ഒരു തീരുമാനത്തിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ കല്യാണ സ്റ്റോറിന്റെയും അതുപോലെ കാറ്ററിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അവിടെ മിത്രേടൻ ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ബെസ്റ്റ്. മിത്രേടൻ ഫോണിൽ പെണ്ണുങ്ങളോട് ചൊല്ലിക്കൊണ്ടിരുന്നാലേ കമ്പനിക്കാരങ്ങളൊക്കെ അങ്ങ് മറക്കും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതും പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ പറയാം. ഇപ്പൊ ഹരിയുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സേതുവിന് കാര്യം മനസ്സിലായി. സേതുവേട്ടൻ വളരെ കഷ്ടപ്പെട്ടല്ലേ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചത്. അത് ആരുടെയും നോട്ടക്കുറവ് കാരണം നശിച്ചു പോകാനായിട്ട് പാടില്ല ഏട്ടാന്ന് പറഞ്ഞപ്പം നിനക്കെന്താ പെട്ടെന്നൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ വന്നേ എന്ന് സേതു അന്നേരം ചോദിച്ചു. ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഹരി. അപ്പോൾ എടാ എന്താ പറ്റിയേ? അപ്പോൾ ഒന്നുമില്ല സേതുവേട്ടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. കൊള്ളം പറഞ്ഞാലോ ഒരു ഒറ്റ കീറിയും വെച്ച് തരുമെന്ന് പറഞ്ഞപ്പം സത്യമായിട്ട് ഒന്നുമില്ല സേതുവേട്ടാന്ന് പറഞ്ഞു. നീയേ എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്തേ ഒന്നുമില്ല എന്ന് ചെയ്യടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി ഇങ്ങനെ കൈ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ഒന്നും ഇല്ലാതെ തിരിഞ്ഞു നിൽക്കുക. അപ്പം എന്തോ ഒന്നുണ്ട്, ഇല്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. നീ പറ, നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? പറയടാ. എടാ നീ എന്നോട് പറയാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഒട്ടും ഈ കുടുംബത്തിന് യോജിച്ചവനല്ല സേതുവേട്ടാ, ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞപ്പോൾ ഹരി നിന്നെ ആരെന്താ പറഞ്ഞെന്ന് പറയടാ. അത് പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പം എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ പിന്നാമ്പുറത്തിരുന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിട്ടു, അത്രേ ഉള്ളൂ എന്ന് നമ്മുടെ ഹരി പറയും. ഇത് കേട്ടപ്പോൾ സേതുവിന് ഭയങ്കര ദേഷ്യം. സേതു അങ്ങോട്ട് ചെന്നില്ലേ. അപ്പം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പോകുമ്പോഴേക്കും നമ്മുടെ ഹരി തടഞ്ഞു. അവൾക്ക് അല്ലെങ്കിൽ അഹങ്കാരം കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സേതു അങ്ങ് ചെന്നില്ലേ. അപ്പോൾ വേണ്ട സേതുവായിട്ട് വിട്ട് കളയാൻ പറഞ്ഞു ഹരി. പക്ഷെ അതങ്ങനെ വിട്ട് കളയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചപ്പം ആ കൊച്ചൊരു പാവാ. പക്ഷെ ആ ഋതികയും സ്വാതിയും മാധവൻ സാറിനെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച സന്താനങ്ങളാ. രണ്ടും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഇനങ്ങളാണെന്നും പറഞ്ഞു ഹരി ഇങ്ങനെ പറഞ്ഞു. എല്ലാത്തിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്, നോക്കട്ടെ ഏതറ്റം വരെ പോകുമെന്ന് അതും പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സേതുവായിട്ട് നോക്കിയോ, ഞാൻ ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പോകാൻ നോക്കുന്നു. അപ്പോൾ സേതു പിന്നാലെ ചെന്നിട്ട് ബാഗ് അവിടെ വെക്കടാന്ന് പറഞ്ഞു. നിന്നോട് ഞാനാ പറഞ്ഞ ബാഗ് അവിടെ വെക്കാൻ, നീ ഇവിടെ നിന്ന് എവിടെയും പോണില്ല. ഞാൻ ഈ പൊന്നുമടത്തിൽ ഉള്ള അടുത്തോളം കാലം നീ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മുടെ സേതു ഹരിയോട് തറപ്പിച്ചു പറയുന്നു. ഹരിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും പാടില്ലാത്തൊരവസ്ഥ. സേതുവായിട്ടിനെ ധിക്കരിച്ച് പോകാനും പറ്റില്ല, അങ്ങനെ അവിടെ നിൽക്കാനും പറ്റില്ല. പാവം ഹരി ഇങ്ങനെ പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം കൂടി അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു. എന്തായാലും ഹരി അവിടുന്ന് പോകാൻ പാടില്ല എന്ന് തന്നെ നമ്മുടെ സേതു തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഹരിക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിന്നീട് ഋതികയും അതുപോലെ നമ്മുടെ പത്മജയും ഒക്കെ കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക, അതും സേതുവിനെ കുറിച്ച്. മാധവേട്ടൻ്റെ മോനാണെങ്കിലും മാധവേട്ടൻ്റെതായ ഒരു ഗുണം അവൻ്റെ സ്വഭാവത്തിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ പൂർണ്ണിമ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം തന്തയുടെ മരണത്തിന് കാരണക്കാരനാവോ എന്നൊക്കെ ചോദിച്ചാൽ പ്രതാപനും ഇങ്ങനെ പറയണം. ഇപ്പോഴും ആ രംഗം കണ്ണിന് മുന്നിൽ ഇങ്ങനെ എനിക്ക് തെളിഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഒറ്റ തള്ളായിരുന്നു അവൻ അളിയൻ നെഞ്ചും പൊത്തി പിടിച്ചു നിലത്ത് കിടക്കുന്നു. ആയുസിൻ്റെ പുസ്തകത്തിൽ 58 വയസ്സിൽ മരിക്കാനായിരിക്കും അളിയൻ്റെ യോഗമെന്നും പറഞ്ഞ് ഋതികയെ ഇങ്ങനെ വാശി കയറ്റിക്കൊണ്ടേയിരിക്കുക പ്രതാപൻ. ഇതൊക്കെ നമ്മുടെ പൂർണ്ണിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ ഇന്ന് ഈ പൊന്നുമടത്തിൽ നിൽക്കുന്നത് അച്ഛൻ കാണിച്ചു വെച്ച ആ ഒരു ഒറ്റ അതിബുദ്ധി കാരണമാണെന്ന് ഋതിക അന്നേരം പറയണം.
അച്ഛനെ അയാൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞു ഋതു ഭയങ്കര ദേഷ്യപ്പെടുമ്പോൾ, ഋതു നീ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ എഴുതി വെച്ച അവകാശത്തിൻ്റെ പേരില സേതു നീ വീട്ടിൽ താമസിക്കുന്നത്. അവൻ ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ എന്ന് പൂർണിമ തറപ്പിച്ചു പറഞ്ഞു. അപ്പം എനിക്കത് ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ പ്രതികരിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഋതിക രണ്ടും കൽപ്പിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്നപ്പോൾ, അയ്യോ അച്ചുമോൾ അങ്ങ് മെലിഞ്ഞു പോയല്ലോ എന്ന് പറയാണ് പത്മജ. കല്യാണം ഉറപ്പിച്ച പെണ്ണ, മര്യാദക്ക് നേരത്തും കാലത്തും എന്തെങ്കിലുമൊക്കെ കഴിച്ചോണം കേട്ടോ എന്നും പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ല സന്ദീപ് വിളിക്കാറുണ്ടോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്ന് അച്ചു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ, അച്ചുവിൻ്റെയും സന്ദീപിൻ്റെയും കല്യാണത്തിൻ്റെ തീയതിയൊക്കെ കുറിക്കണ്ടേ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ, കുറിക്കണം. മാധവേട്ടൻ്റെ 41 ചടങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, പറ്റിയ ചിങ്ങത്തിൽ തന്നെ അച്ചുവിൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിങ്ങനെ പറയാം. അപ്പം തിടുക്കം കാട്ടണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പ്രതാപൻ. വീട്ടിലൊരു മരണം കഴിഞ്ഞാൽ പിന്നെ മംഗളകർമ്മങ്ങളൊക്കെ ആണ്ട് കഴിഞ്ഞ് നടത്തുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ പ്രതാപൻ പറഞ്ഞപ്പോൾ, ശരി ശരി, പിന്നെ ആൾക്കാർ ഇതൊക്കെ പറയുമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ആണ്ട് കഴിഞ്ഞ് എത്രത്തോളം നടത്തുന്നതാണോ നല്ലത്, അത്രത്തോളം സമയം അങ്ങോട്ട് മുന്നോട്ട് പോകണം നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇവർ കാണുന്ന ഉരുണ്ട് കളിക്കുക. കാരണം ഇവരുടെ മനസ്സിൽ അനിയനെ കൊണ്ട് കെട്ടിക്കാനുള്ളൊരിതുണ്ടല്ലോ. അപ്പം നമ്മുടെ പൂർണിമ പറഞ്ഞു, അങ്ങനെയല്ല പത്മജ, ചിങ്ങത്തിൽ മോളുടെ കല്യാണം നടത്തണമെന്ന് മാധവേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞു മുറുക്കി ഇങ്ങനെ നോക്കുക. അപ്പോൾ ശരി നിങ്ങൾ ഇരിക്കുക, ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു പൂർണിമ പോകാൻ തുടങ്ങുമ്പോൾ, അയ്യോ ഇല്ലേ ചേച്ചി ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു, എനിക്ക് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് അങ്ങ് ഇറങ്ങുന്നു. ഇവർ യാത്രയാക്കാനും അങ്ങ് പോകണം. ഈ സമയത്ത് പോകുന്ന ഇവരുടെ പിന്നാലെ ഋതിക ചെന്നു. ഋതിക ചെന്നിട്ട് അങ്കിള് അവിടെ ടെക്സ്റ്റൈൽസ് വരെ ഒന്ന് പോണേ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ മോളെന്നോട് പ്രത്യേകിച്ച് പറയണം മോളെ, ഞാൻ പൊക്കോളാം, ഞാൻ പോകുന്നുണ്ട്, പിന്നെ ആ കോൺട്രാക്റ്റിനെ പറ്റി ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു ആ ഷോപ്പിംഗ് മോള് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, മോള് വിഷമിക്കണ്ട, മോളുടെ അച്ഛൻ്റെ ആ ഒരു സ്വപ്നം അത് അങ്കിള് പൂർത്തിയാക്കും, അത് കണ്ട് അച്ഛൻ്റെ ആത്മാവ് ഒത്തിരി സന്തോഷിക്കുമെന്നും പറഞ്ഞു പ്രതാപൻ ഋതികയെ പറഞ്ഞ് സോപ്പിടുക. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ ആ സേതു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ട് പത്മജ. പിന്നെ മാധവേട്ടനോട് ദേഷ്യമുള്ളത് കൊണ്ട് ആ തലതിരിഞ്ഞവനെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പണി നിർത്തിവെപ്പിക്കാനും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ മുമ്പേ എറിയവർ. അപ്പോൾ അതോർത്ത് മോള് വിഷമിക്കേണ്ട, അവൻ അതിന് വല്ലതും ശ്രമിച്ചാൽ അവൻ്റെ കാര്യം അങ്കിള് നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ഋതികയുടെ മനസ്സിലേക്ക് ഇവർ വീണ്ടും വീണ്ടും വേഷം കുത്തി വെച്ചിട്ട് ഇവർ പോവുകയാണ്. അങ്ങനെ ആ ഒരിത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് വന്ന് താമസമാക്കിയതുപോലെ സേതുമാധവൻ ഓഫീസിലും വന്ന് അധികാരം വല്ലതും കാണിക്കും അങ്കിളെ എന്നിങ്ങനെ ചോദിച്ചപ്പം, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ദേ പന്തലിൽ കുഴിയെടുത്തിട്ട് വായു പൊളിച്ചിരിക്കുന്നത് പോലെയല്ല ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറച്ചൊക്കെ വിവരം വേണം, വിവരം. അവൻ അതൊന്നും ഇല്ല, അതുകൊണ്ട് എൻ്റെ മോള് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അങ്കിളെ, നമ്മളും മനസ്സിൽ കാണാത്ത പലതും അയാളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യങ്ങൾ നേരം പറയാ ഋതിക. അപ്പം അത് ശരിയാ, അന്ന് 1 കോടി രൂപ അവൻ കയ്യിലാക്കുമെന്ന് നമ്മൾ മനസ്സിൽ പോലും കരുതിയതാണോ? അല്ല പ്രതാപേട്ട, പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ഈ ക്യാഷ് അവൻ തിരിച്ചു തരില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് പത്മേ, അവനെ നമ്മൾ കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്താലേ ചിലപ്പോൾ ഞാൻ ഋതുമോളും കൂടി അകത്ത് പോകുമെന്നും പറഞ്ഞ് പ്രതാപം പറയാം. അയ്യോ ആണോ? എന്നാൽ പിന്നെ അങ്ങനെയൊന്നും വേണ്ടാട്ടോ എൻ്റെ പൊന്നെ, ആ കാലൻ അതങ്ങ് എടുത്തോട്ടെ, അവൻ തികട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പത്മജ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് പോയി നമ്മുടെ സേതു തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ഇവരെ കണ്ടുകൊണ്ടാ വരുന്നത്. അപ്പോൾ സേതു ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നു. ആ സമയത്ത് പത്മജ അവിടെ നിന്ന് പാവമായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് കോലിട്ട് ഇളക്കുന്ന സ്വഭാവമാണ് പത്മജയുടെ. അപ്പോൾ അച്ഛനെ വേണ്ട, അച്ഛനെ അവന് കണ്ണീര് കാണാൻ മേല, പക്ഷെ അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ അവന് വേണം. വല്ലാത്തൊരു തൊലിക്കെട്ട് തന്നെ എന്നും പറഞ്ഞ് പത്മജ നിൽക്കുമ്പോൾ, അതെ ഇതൊരു പ്രത്യേക തൊലിയാണെന്ന് സേതു, അതുകൊണ്ട് കൂടുതൽ കട്ടി നോക്കാൻ നിൽക്കാതെ കെട്ടിയവരെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ സേതു. അവനോട് നീ മുട്ടാൻ നിൽക്കണ്ട, ചിലപ്പോൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, അവനൊക്കെ വേറെ ലോക്കലാണെന്ന് പറഞ്ഞ് നമ്മുടെ പത്മജയോട് കിട്ടിയത്. അപ്പം ഞാനും ലോക്കലാണെന്ന് പത്മജ പറയാം. ഇത് തൽക്കാലം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ, വാ നമുക്ക് തൽക്കാലം വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോകും കേട്ടോ. ഋതിക അവിടെ നിൽക്കുന്നു. നമ്മുടെ സേതു ഇവരെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഋതിക ഭയങ്കര കൽപ്പിലിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സ്വാതിക കേട്ടോ. സ്വാതിക ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, എന്തൊക്കെയോ കുറച്ചുകൊണ്ട് ഇരുന്ന് TV കാണും. അപ്പോഴാണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ TVയുടെ വോളിയം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുക. ഹലോ മാഡം, ആ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. മൈൻഡ് പോലും ചെയ്യുന്നില്ല സ്വാതി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞതോ ശബ്ദം കുറയ്ക്കാമെന്ന് പറഞ്ഞു സേതു. അപ്പോൾ പറ്റില്ല, എനിക്ക് സിനിമ കാണുമ്പോഴേ നല്ല ശബ്ദം വേണമെന്ന് സ്വാതിക.
എന്നാൽ പിന്നെ വല്ല സിനിമാ തിയേറ്ററിലും പോയിരുന്നു കാണാൻ പറഞ്ഞു സേതു. എടി വീട്ടിൽ TV വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം വെക്കാൻ, അതാണ് മര്യാദ. എനിക്ക് ഇത്തിരി മര്യാദയൊക്കെ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് സ്വാതിക നേരം പറയാം. എന്നിട്ട് വീണ്ടും ആ ഒരു ഇതിങ്ങനെ ആക്കി വെച്ചു, ഇത് ഇച്ചിരി കൂടെ ഒച്ച കൂട്ടി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സേതു പറഞ്ഞു, നിനക്ക് മര്യാദ ഇല്ലെന്ന് എനിക്കറിയാം. എൻ്റെ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും നിനക്കൊന്നും ഞാൻ പറയുന്നത് കേട്ടുകൂടെ എന്ന് ചോദിക്കാം. ആരോടും പറയാൻ തന്തയ്ക്കും തള്ളയ്ക്കും മര്യാദയില്ല, പിന്നെയല്ലേ പിള്ളേർക്കുണ്ടാവുന്നത്. ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം ഉണ്ടാകും. നിങ്ങൾ ചുമ്മാ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാതെ മാറി നിൽക്കുക. നല്ല സീനാണെന്ന് സ്വാതി. നല്ല സീനല്ലേ, നിനക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ TV-യുടെ റിമോട്ട് അങ്ങ് എടുത്ത് TV-യുടെ വോളിയം മൊത്തത്തിൽ അങ്ങ് കുറച്ചങ്ങ് വിട്ടു. അപ്പോൾ താൻ എന്താടോ TV-യിലും അതുപോലെ ഇഡ്ഡലിക്കുട്ടകത്തിലും മിക്സിയിലൊന്നും തൻ്റെ ഷോ കാണിക്കാൻ വരരുത് കേട്ടോ, കളി മാറുവേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതിക. നീ ഇത്രയും കഥാപ്രസംഗം നടത്തിയ സ്ഥിതിക്ക് നീ TV കാണണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേതു TV അങ്ങ് നിർത്തി വെച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നു മനുഷ്യ, എനിക്ക് നാളെ ക്ലാസ് ഇല്ല, അതുകൊണ്ടാണ് TV കാണാമെന്ന് വെച്ചേ, അതിങ്ങ് തരാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സേതു രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കും, ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരിതിലേ. ആ സമയത്ത് കൈ നീട്ടി ഇങ്ങനെ നിൽക്കുന്നു അനുജത്തിയുടെ മുന്നിൽ. ശരി കണ്ടോ, പക്ഷേ ശബ്ദം പുറത്ത് കേട്ടേക്കരുത്, കേട്ട അമ്മച്ചിയാണെ തല്ലി പിടിച്ച് കളഞ്ഞ പറഞ്ഞേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് സേതു റിമോട്ട് അങ്ങ് കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സേതുവിനെ കുറെ കൊഞ്ഞനും കുത്തിയിട്ട് സ്വാതി അവിടെ ഇരുന്ന് വീണ്ടും TV കാണുന്നു. എന്തായാലും ഇതും കഴിഞ്ഞ് നമ്മുടെ സേതു റൂമിലേക്ക് പോയി. അവിടെ ചെന്നിട്ടിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുക, വേറെ ആരെയല്ലേ നമ്മുടെ പല്ലവിയെ. എന്നിട്ട് ഫോണിൽ ഇങ്ങനെ പല്ലവിയുടെ ഫോട്ടോ എടുത്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് സത്യമായിട്ട് കാണാൻ തോന്നുവാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വന്നു. കാണാൻ തോന്നുവാണെങ്കിൽ കാണണം. ആരെ? അപ്പൊ പല്ലവി ചേച്ചിയെ സേതുവിന് ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു. അന്നേരം കള്ള ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ എന്ന് നമ്മുടെ സേതു പറഞ്ഞപ്പോൾ ഹരി ചാടി കയറി കട്ടിലയിലേക്ക് അടുത്തേക്ക് അങ്ങ് കിടന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി കിടക്കുക. എനിക്ക് പല്ലവിയെ കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുവാടാ. എന്താടാ അങ്ങനെ തോന്നണേ? ഇതിനെയാണ് സേതുവേട്ടാ ഈ മിസ്സിങ് എന്നൊക്കെ പറയുന്നതെന്ന് ഹരി പറഞ്ഞാണോടാ. അങ്ങനെയാണോ? അങ്ങനെ വന്നാൽ കുഴപ്പമാണോടാ? വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ മുഖം മനസ്സിലേക്ക് ഇങ്ങനെ തിരമാല പോലെ എരച്ച് കയറി വരും. അത് അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, അവളുടെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അവളൊരു നോക്ക് കണ്ടിരുന്നെങ്കിൽ, അങ്ങനെ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും സദാസമയം മനസ്സിൽ. അങ്ങനെയൊക്കെയാ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു സേതു. എങ്കിൽ സേതുവേട്ടൻ്റെ മനസ്സിൽ പല്ലവി ചേച്ചിയോടുള്ള സ്നേഹം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ പറയുന്നേ? അതെ സേതുട്ടാ, അങ്ങനെ തന്നെയാ. ഒരു കാര്യം ചെയ്യാം, സേതുവേട്ടനൊന്ന് പല്ലവി ചേച്ചി വിളിക്കും. ഇപ്പോഴും ഞാൻ അങ്ങനെ വിളിക്കും. എനിക്ക് അവളടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവളോട് സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാടാ. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സ് വളരെ പെയിൻഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുക. എന്തായാലും ഈ ഒരു പിടച്ചിൽ നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ എടുത്ത് പല്ലവിയെ വിളിച്ചു. അപ്പോൾ ആ ഹരി എന്ന് പറഞ്ഞു പല്ലവിയോടെ ഫോൺ എടുത്തു. ആ പല്ലവി ചേച്ചി, ഹലോ ഹരി പറഞ്ഞോ, പല്ലവി ചേച്ചി ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങിയില്ല. എന്തു പറ്റി എന്ന് പല്ലവി ഹരിയോട് ചോദിച്ചു. ഇല്ല, ഞങ്ങളിങ്ങനെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സേതു കിടക്കുന്ന വെപ്രാളം കൂട്ടുക. അതെ, ഇവിടെ സേതുവേട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിണ്ടലെന്ന് പറഞ്ഞ് സേതു വരുന്ന ഇങ്ങനെ കാണിക്കാം. സേതുവേട്ടൻ ചോദിക്കുകയാണേ, ചേച്ചി ജോലിക്ക് കയറിയതിൻ്റെ ട്രീറ്റ് ഒന്നും ഇല്ലേന്ന്. അപ്പം അതിനെന്താ, ട്രീറ്റൊക്കെ കൊടുക്കാമല്ലോ, എന്താ വേണ്ടതെന്ന് സേതുവേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. സേതുവേട്ടൻ അങ്ങനെയൊന്നുമില്ല, എന്ത് വേണേലും കഴിച്ചോളൂ എന്ന് ഹരി. എന്നാലും കൂടുതൽ ഇഷ്ടം മട്ടൻ ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പം, എന്നാൽ നമ്മൾ നാളെ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്കെന്നാലേ സേതുവേട്ടൻ്റെ കൊട്ടാരത്തിൽ കൂടാം. അങ്ങനെയാണെങ്കിൽ സ്മൃതിയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ശരി ചേച്ചി, നാളെ കാണാവേ. അപ്പം ശരി എന്നാൽ വെച്ചേക്കട്ടെ, ഗുഡ് നൈറ്റേ എന്ന് പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നോട് എപ്പോഴാണ് ട്രീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു സേതു. എൻ്റെ പൊന്ന് സേതുവേട്ടാ, ഇതൊക്കെ ഒരു നമ്പറല്ലേ? പല്ലവി ചേച്ചിയുടെ മനസ്സിൽ സേതുവേട്ടനോട് ഇഷ്ടമുണ്ടോയെന്ന് അറിയണ്ടേ? അപ്പം എന്താ അതെനിക്കറിയണമെന്ന് പറഞ്ഞു. എന്നാൽ നാളെ അറിയാമെന്ന് ഹരി. നാളെ എങ്ങനെ അറിയും? അതൊക്കെ അറിയാം. അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ? ബിരിയാണി കഴിച്ച് അറിയാൻ പറ്റുമെന്ന്. എൻ്റെ സേതുവേട്ടാ നാളെ ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സേതുവിൻ്റെ വീട്ടിൽ ഒരു ബിരിയാണി ചലഞ്ച് തന്നെയായിരുന്നു. നമ്മുടെ പല്ലവി എല്ലാം ഉണ്ടാക്കാൻ കൊടുന്നു. ഉണ്ണിക്കുട്ടനും മൃദുവേട്ടനും കൂടെ സഹായിക്കുന്നു. അങ്ങനെ അവർ ചടപടേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മൃദുവേട്ടനൊരു പായസവും കൂടെ വെക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുവേട്ടോ. എന്നാലേ പല്ലവിക്ക് ജോലി കിട്ടിയതിൻ്റെ ആ ഒരു ഇതൊക്കെ മൊത്തത്തിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്ത് നമുക്ക് വെക്കാമല്ലോ. എന്ത് പായസമാണ് വേണ്ടത് മിത്രേട്ടാ? അപ്പോൾ എന്ത് പായസമായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് മിത്രേട്ടൻ. എൻ്റെ പൊന്നി ചേച്ചൊന്നും മിണ്ടാതിരുന്നേ, ഇപ്പം തന്നെ ഇങ്ങനെ ഷുഗർ കൂടുതലാണ്, പായസം കൂടെ കുടിച്ചിട്ട് കൂട്ടാനല്ലേ എന്ന് ഉണ്ണിക്കുട്ടൻ. അപ്പോഴേക്ക് നമ്മുടെ പല്ലവി നിന്ന് ചിരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പല്ലവിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.